ഞാനേ കൊറേ നാളെ നിങ്ങൾക്ക് വേണ്ടി സാധനം മേടിക്കുന്നത് വെച്ചിട്ട് എന്ത് ആഗ്രഹം എന്തായാലും നടന്ന്. എന്ത് സാധനം? അമ്മേനെ വിളിക്കാച്ചാ. അമ്മേനെ വിളി. അത് പറയാം. അമ്മ വരട്ടെ. അതിന്റെ മോളൊരു സാധനം കൊണ്ട് എന്തൊന്നും കാണിക്കില്ല. ചേച്ചി കവറ് തുറന്ന് കാണിക്കണ്ട. എന്തോടി ഇത്? ഇത് ഐസ്ക്രീം. ഇതേ ലാസയുടെ ഐസ്ക്രീമാ. ഏത് കമ്പനി? ലാസ. വെള്ള കളറ്. അച്ഛത് ടെൻഡർ കോക്കനട്ട് അച്ഛാ. ഇവിടുത്തെ കരിക്കൊന്നും അല്ല, മലബാറിന്ന് കൊണ്ടുവന്ന കരിക്കിന്റെ ഐസ്ക്രീമാ. പിന്നെ ഇത് ചക്കപ്പഴത്തിന്റെ. ചക്കപ്പഴത്തിന്റെ ഐസ്ക്രീമാ? നാച്ചുറൽ ജാക്ക് ഫ്രൂട്ട്. ഓ, നാച്ചുറൽ ആണല്ലേ. ഇതില്ലേ വയനാടില്ലേ, വയനാട്ടിലെ ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കണതാ. ഇതാ ഇത് അൽഫോൺസോ മാംഗോ. അൽഫോൺസോ മാംഗോ? ആ, രത്നഗിരിയിൽ അൽഫോൺസോ മാംഗോ. ഓ, എല്ലാത്തിനും നാച്ചുറൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റ് ആവും കൊണ്ടാ. നാച്ചുറൽ ടേസ്റ്റ് അല്ല. നാച്ചുറൽ എന്ന് പറഞ്ഞാല് നമ്മള് പ്രകൃതിദത്തമായ സാധനങ്ങൾ മാത്രം കൊണ്ട് ഉണ്ടാക്കുന്നത് നാച്ചുറൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി. അത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്നാ പറഞ്ഞേ. കേശു സ്പൂൺ എടുത്തിട്ടോ. ഇതെങ്ങനെ പൊട്ടിക്കണേ? കത്തിയാ? എന്തിന്? ഇത് തുറക്കാൻ. അത് തുറക്കാൻ ഇത് കത്തിയൊന്നും വേണ്ട. ഇതിങ്ങനെ വലിച്ചു തുറന്നാൽ മക്കളെ. ഈ ഐസ്ക്രീം വാങ്ങിച്ചതിന്റെ പുറകിൽ വല്ല ദുരുദ്ദേശം വല്ല ഉണ്ടാ? അച്ഛൻ പാവമാണ്. അച്ഛൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. അതൊരു കാര്യമുണ്ട്. അമ്മമാരായ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് സ്നേഹമുള്ളതുകൊണ്ടാണ് ഉപദ്രവിക്കണത് അല്ലേ ലച്ചു? ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയായിട്ട് വഴക്കൂടുമെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം. അങ്ങനെ നിങ്ങൾ ഒരു പ്രത്യേക തരം സ്നേഹം. നിനക്ക് എവക്ക് സ്നേഹം നിന്റെ അടുത്തുണ്ട്, നിനക്ക് സ്നേഹം അങ്ങോട്ട് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അല്ല, എന്തായാലും പണ്ട് മുതലേ ഞാനും ചേച്ചി തമ്മിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവളുണ്ടാകുന്ന പ്രശ്നം ഞാൻ അറിയാതെ അകപ്പെട്ടു തോന്നിയാ. മനുഷ്യരെ തിന്നടാ, എന്തിനടാ നിനക്കെല്ലാം കൊണ്ടുവന്ന കഴുകി. നമുക്ക് പിന്നെ കഴിയാം കേട്ടാ. അത് പിള്ളേർ ആർത്തി കഴിയട്ടെ. സ്പൂൺ എടുത്തില്ലേ? സ്പൂണിന് വരെ തവി എടുത്തോണ്ട് കഴി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. അച്ഛൻ വെച്ചേക്കണേ ഒരു ബോട്ടില് മാംഗോ. നിങ്ങളൊക്കെ ഉൾഭയം കൊണ്ടാ കഴിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ആരൊക്കെ എങ്ങനെയാന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. മക്കളെ അതൊന്നും അങ്ങനത്തെ സംസാരിച്ച ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലേ? വിഷമായി കാണുമല്ലേ? സന്തോഷമായിട്ട് ലാസ്റ്റ് ഐസ്ക്രീം വാങ്ങിച്ചു വന്നിട്ട് നമ്മളൊരുമാതിരി അവളെ ആക്കി വിട്ടതല്ലേ? അത് പിന്നെ വേറൊന്നുമല്ല. ഒരു പ്രശ്നം വരുമ്പോ ഒരാൾ അങ്ങനെ രക്ഷപ്പെടണ്ട, എല്ലാരെയും പിടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വിശന്ന് വരുന്ന മൃഗത്തിന് എല്ലാം കഷ്ണമെങ്കിലും കൊടുക്കണ്ടേ? അമ്മേ ദേവി മഹാമായേ രക്ഷിക്കണേ. ഇത് വല്ല സ്വപ്നമാണോ? അന്ന് അമ്മൂമ്മ കണ്ട പോലെ. അത് ശരിയാ. ഇത് നീ കാണുന്ന സ്വപ്നമാണോ? അതോ ഞാൻ കാണുന്നയാ?